ഞാനൊരു വിചിത്രമായ കഥ പറയാം. ഒരു കൊച്ചുഗ്രാമത്തിൽ തുടങ്ങി സമയം മുന്നോട്ട് ചലിക്കാത്ത ഒരിടത്ത് അവസാനിക്കുന്ന കഥ. ഈ കഥ അത്ര പ്രശസ്തമല്ല, പക്ഷേ ഇത് സംഭവിച്ചതാണ്. ഭയമൊന്നും തേടിപ്പോകാത്ത ഒരാൾക്ക്, ഒരു തുമ്പ് മാത്രം തേടിയെത്തിയ ഒരാൾക്ക് സംഭവിച്ചത്. ഒരു അടയാളം, ഒരുപക്ഷേ ഒരു രണ്ടാം അവസരം. അതെല്ലാം തുടങ്ങിയത് വേൽബ്രൂക്ക് എന്ന ഗ്രാമത്തിലാണ്. കുന്നുകൾക്കും പഴയ പൈൻ മരങ്ങൾക്കുമിടയിൽ ഒതുങ്ങിക്കിടക്കുന്ന നിശബ്ദമായ മൂടൽമഞ്ഞ് മൂടിയ ഒരിടം. കൽവിരിച്ച തെരുവുകൾ, വളഞ്ഞുപുളഞ്ഞ ചിമ്മിനികൾ, കാലത്തിനപ്പുറം ജീവിക്കുന്ന ഒരുതരം ഗ്രാമം. അതിന്റെ ഒത്ത നടുക്ക് ഒരു ചെറിയ കടയുണ്ടായിരുന്നു. ആരും അകത്തേക്ക് പോയില്ല, ആരും പുറത്തേക്ക് വന്നില്ല. എന്നിട്ടും അതിനു മുകളിലെ ബോർഡ് കാറ്റിൽ ആടിക്കൊണ്ടിരുന്നു. കാറ്റില്ലാത്തപ്പോഴും. എലിയാസ് ഗ്രിൻ, വാച്ച്മേക്കർ, സ്ഥാപിച്ചത് 1891. ജനലുകളിൽ പൊടിപറ്റിപ്പിടിച്ചിരുന്നു. ഉള്ളിലെ ഡസൻ കണക്കിന് ക്ലോക്കുകൾ നിശ്ചലമായിരുന്നു. അല്ലെങ്കിൽ ഗ്രാമവാസികൾ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. കാരണം നിങ്ങൾ അടുത്തേക്ക് ചെന്നിരുന്നെങ്കിൽ, ചെവി കൂർപ്പിച്ചിരുന്നെങ്കിൽ അത് കേൾക്കാമായിരുന്നു. ടിക് ടിക് ടിക്. ഇനി 2023 ഒക്ടോബർ 27 പോകാം. ജൂലിയൻ ഹാർട്ട് എന്നൊരാൾ വേൽബ്രൂക്കിൽ എത്തി. ഒരു വിനോദസഞ്ചാരിയല്ല, ഒരു ചരിത്രകാരനുമല്ല. ഒരു ക്യാമറയും അതിലും ഭാരമുള്ള ദുഃഖവും ചുമന്നുവന്നൊരാൾ. അദ്ദേഹത്തിന്റെ ഭാര്യ മീര ഒരു വർഷം മുൻപ് അപ്രത്യക്ഷയായിരുന്നു. അപകടങ്ങളില്ല, യാത്രയപ്പുകളില്ല. അവൾ വെറുതെ അപ്രത്യക്ഷയായി. ഒരു ആഴ്ച മുൻപ് ജൂലിയൻ അവളുടെ കൈയക്ഷരത്തിലുള്ള ഒരു പോസ്റ്റ് കാർഡ് കിട്ടി. മറുപടി വിലാസമില്ല, ഒറ്റ വാക്യം മാത്രം: സമയം നിശ്ചലമാകുന്നിടത്ത് എന്നെ കണ്ടെത്തുക. പോസ്റ്റ് മാർക്ക് വേൽബ്രൂക്ക്. അങ്ങനെ ജൂലിയൻ അവളെ തേടി വന്നു. അയാൾ ചോദ്യങ്ങൾ ചോദിച്ചു, ചിത്രങ്ങളെടുത്തു കാണിച്ചു. ആരും മീരയെ തിരിച്ചറിഞ്ഞില്ല. എല്ലാവരും മാന്യരായിരുന്നു, പക്ഷേ നിശബ്ദർ. ഒരു വൈകുന്നേരം ഒരു കുട്ടി അവനരികിലൂടെ ഓടിപ്പോയി. നിൽക്കാതെ എന്തോ മന്ത്രിച്ചു. അവൾ അകത്തു പോയി. അയാൾ അവളെ കയറ്റിവിട്ടു. അപ്പോഴാണ് അയാൾ ആ ക്ലോക്ക് കട കണ്ടെത്തിയത്. അതിപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നിയില്ല. ജനൽ വൃത്തിയായിരുന്നു. ആ ടിക് ശബ്ദമോ മുൻപെങ്ങുമില്ലാത്ത വിധം ഉച്ചത്തിൽ. അയാൾ വാതിൽ തള്ളിത്തുറന്നു. മണിയടിച്ചില്ല, നിശബ്ദത മാത്രം. നൂറുകണക്കിന് ക്ലോക്കുകൾ കൃത്യമായ താളത്തിൽ ടിക് ചെയ്യുന്ന ശബ്ദമല്ലാതെ മറ്റൊന്നും കേട്ടില്ല. ഒന്നൊഴികെ. മുറിയുടെ പിന്നിൽ ഒരു വെള്ളി ക്ലോക്ക് നിന്നു. പൊട്ടിയ ഗ്ലാസ്, നിലച്ച സൂചികൾ. അതിനടുത്ത് വെള്ളി കണ്ണട വെച്ചൊരാൾ ഒരു മേശപ്പുറത്ത് കുനിഞ്ഞിരുന്ന് എന്തോ അദൃശ്യമായ വസ്തു നന്നാക്കുന്നു. ജൂലിയൻ മുന്നോട്ട് ചുവടുവെച്ചു. ഞാൻ ഒരാളെ തേടിയാണ് വന്നത്, അയാൾ പറഞ്ഞു. അയാൾ തലയുയർത്തിയില്ല, വെറുതെ പറഞ്ഞു, എല്ലാവരും ഇവിടെ വരും. ഒടുവിൽ ജൂലിയൻ അവളുടെ പേര് പറഞ്ഞു. മീര ഹാർട്ട്. അവൾ അപ്രത്യക്ഷയായി. അപ്പോഴാണ് ആ മനുഷ്യൻ തലയുയർത്തിയത്. ആ കണ്ണുകളോ, അവ വിചിത്രമായിരുന്നു. പഴുകിയവയല്ല, ക്ഷീണിച്ചവയുമല്ല, പക്ഷേ അമിതമായി തിളങ്ങുന്നു. വളരെ ആഴമുള്ള, കാണാൻ പാടില്ലാത്ത പലതും കണ്ട കണ്ണുകൾ പോലെ. അവൾ വന്നു, വൃദ്ധൻ പറഞ്ഞു. അവൾ ഒരു കൈമാറ്റം നടത്തി. ഒരു കൈമാറ്റമോ? ജൂലിയൻ ചോദിച്ചു. അവൾക്ക് പോകുന്നതിനു മുമ്പ് 1 മണിക്കൂർ കൂടി വേണമായിരുന്നു. അതുകൊണ്ട് ഞാനവൾക്കൊരു ക്ലോക്ക് കൊടുത്തു. പിന്നോട്ട് മാത്രം ടിക് ചെയ്യുന്ന ഒന്ന്. ജൂലിയൻ അത് വിശ്വസിച്ചില്ല. പക്ഷേ ആ മനുഷ്യൻ നിന്ന രീതിയിൽ, അയാളുടെ ചുറ്റുമുള്ള ടിക് ശബ്ദം മാഞ്ഞു തുടങ്ങിയ രീതിയിൽ അവനെ എന്തോ ആകർഷിച്ചു. ഒരക്ഷരം മിണ്ടാതെ ക്ലോക്ക് നിർമ്മാതാവ് വെള്ളി ക്ലോക്കിന്റെ മുഖം തിരിച്ചുവച്ചു. ഒരു രഹസ്യവാതിൽ താനേ തുറന്നു. ജൂലിയൻ അകത്തേക്ക് കടന്നു. ഒരു ചുരുണ്ട കോണിപ്പടികളിലൂടെ ഇരുട്ടിലേക്ക്. അവിടെ കടയുടെ അടിയിൽ കണ്ണാടികൾ നിരത്തിയ ഒരു ഇടനാഴിയായിരുന്നു. അതിന്റെ ഒത്ത നടുക്ക് മീര നിന്നിരുന്നു. അവളുടെ കൈ കണ്ണാടിയിൽ, കണ്ണുകളിൽ കണ്ണുനീർ. ജൂലിയൻ, അവൾ മന്ത്രിച്ചു. നിങ്ങൾ വൈകിപ്പോയി. ഞാൻ ഒരു ഓർമ്മയ്ക്കായി എന്റെ സമയം കൈമാറി, അവൾ പറഞ്ഞു. നിങ്ങളെ വിട്ടുപോകുന്നതിന് തൊട്ടുമുമ്പുള്ള നിമിഷം എനിക്കൊരു മണിക്കൂർ മാത്രം മതിയായിരുന്നു. പക്ഷേ അത് മാഞ്ഞുപോകുന്നു. അവൻ അവളുടെ അടുത്തേക്ക് ഓടി. തിരിച്ചുവരാൻ അവളോട് യാചിച്ചു. പക്ഷേ അവൾ അതേ മൃദുലമായ പുഞ്ചിരിയോടെ അവനെ നോക്കി. അവൻ ഒരു വർഷമായി കാണാത്ത പുഞ്ചിരി. ഒരൊറ്റ വഴിയേ ഉള്ളൂ, അവൾ പറഞ്ഞു. നിങ്ങൾ എന്റെ സ്ഥാനം ഏറ്റെടുക്കണം. ക്ലോക്കിന് ഒരു സൂക്ഷിപ്പുകാരൻ വേണം. അവൻ പിന്നിൽ ടിക് ശബ്ദം തിരിച്ചുവന്നു. ടിക് ടിക് ടിക്. പക്ഷേ ഇത്തവണ അത് പിന്നോട്ടാണ് ടിക് ചെയ്തിരുന്നത്. ജൂലിയൻ തിരിഞ്ഞു. കോണിപ്പടികൾ അപ്രത്യക്ഷമായിരുന്നു. അവന്റെ കയ്യിൽ വെള്ളി ക്ലോക്ക് ഇനി നിശ്ചലമല്ല. അവൻ നോക്കി. മീര അവസാനമായി അവനെ നോക്കി ചിരിച്ചു. പിന്നെ വെളിച്ചത്തിലേക്ക് നടന്നുപോയി. ആ കട ഇപ്പോഴും അവിടെയുണ്ടെന്ന് അവർ പറയുന്നു. പൊടിപിടിച്ച ജനലുകൾ, നിശ്ചലമായ ക്ലോക്കുകൾ. ഒന്നൊഴികെ അപ്പോഴും ടിക് ചെയ്യുന്നു. പിന്നോട്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും അതുവഴി പോവുകയാണെങ്കിൽ, ആ ടിക് ശബ്ദം കേൾക്കുകയാണെങ്കിൽ, അകത്തേക്ക് പോകരുത്. കാരണം ആ ക്ലോക്കിന് ഇപ്പോൾ പുതിയൊരു സൂക്ഷിപ്പുകാരനുണ്ട്. അവൻ ഇപ്പോഴും അന്വേഷിക്കുന്നു, ഇപ്പോഴും കാത്തിരിക്കുന്നു. ഒരിക്കലും തിരിച്ചുവരാത്ത ആ 1 മണിക്കൂറിനായി.